ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരു കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നുണ്ടല്ലോ, ജസ്റ്റ് ഒരു കവർ പോലെ അതൊന്ന് മാറ്റുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെയിൻറ്റ് അടക്കം അതങ്ങ് പൊളിഞ്ഞു പോകും, പിന്നെ ആകെ അത് വൃത്തികേടാവും. അപ്പോൾ ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ബ്രോൺസ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരു മെറ്റാലിക് ബ്രോൺസും കുറച്ച് ഗോൾഡ് കളറുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാൻ അതിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഭാഗമില്ലേ അവിടെ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗളിലേക്ക് കുറച്ച് ഈ സീഡ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് പെയിൻറ്റ് ഒഴിച്ച് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്താലും മതി. ഇനി കുറച്ച് സീഡ്സ് ഞാൻ മെറ്റാലിക് ഗോൾഡ് കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. റംസാനൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ എല്ലാവരുടെ അടുത്തും കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം നമുക്കതൊക്കെ വെച്ചിട്ട് കളയാതെ നമുക്ക് ഓരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചിലവൊന്നും ഇല്ലാതെ നമ്മളെ വീട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ ആ സീഡ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാംബൂ സ്ക്യൂവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒന്നിന് ഞാൻ ബാംബൂ സ്ക്യൂവറും പിന്നെ അടുത്ത ഞാൻ ബ്രൂം സ്റ്റിക്കില്ലേ, നമ്മൾ ആ ഒരു ഈർക്കിലി അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഈർക്കിലി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ബാംബൂ സ്ക്യൂവർ ഞാൻ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ഈ ഒരു ടേപ്പ് 20 റുപ്പീസാണ് റേറ്റ്. അതിൻ്റെ ആ ഒരു സൈഡിൽ ഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഫ്ലവർ ടേപ്പ് പല കളറിൽ കിട്ടാനുണ്ട്, പക്ഷേ എനിക്കിതുവരെ ഗ്രീന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഫ്ലവർ ടേപ്പ് കയ്യിലില്ലെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ ഫസ്റ്റ് ആ ഒരു ഈർക്കിലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഈ സീഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഈർക്കിലിൻ്റെ ആ ഒരു ടിപ്പിൽ തന്നെ ഞാൻ ഒരു സീഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേറൊരു സീഡ് എടുത്തിട്ട് നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലേ, ആ ഒട്ടിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. ഇനി അടുത്ത സീഡ് എടുത്തിട്ട് അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ചെറിയൊരു ഫ്ലവറിനെ പോലെയായി. അപ്പോൾ ആ ഒരു ഈർക്കിളിയുടെ ചുറ്റും അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ വെച്ചിട്ടല്ലേ ഒട്ടിക്കാൻ പറ്റുള്ളൂ, കാരണം കുറച്ചൊരു വീതിയുള്ള ടൈപ്പ് സീഡല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു മേലെ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് താഴെയായിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈർക്കിലിയിൽ ഒരു ഫ്ലവറായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി 2 എണ്ണം വീതമാക്കി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സീഡ് വെച്ചിട്ട് താഴെയും ചെയ്ത് കൊടുക്കുന്നു. നമ്മളിതുപോലെ ആ ഒരു സ്റ്റിക്കിൽ 2 ഫ്ലവറൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈർക്കിലി പൊട്ടിപ്പോകുമൊന്നുമില്ല. അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു സീഡ് കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ ചെയ്യുകയാണെങ്കിൽ ആ സീഡിൻ്റെ വെയിറ്റ് കൊണ്ട് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം വീതം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ബ്രോൺസ് കൊണ്ട് നമ്മൾ ചെയ്തല്ലോ, ഇനി കുറച്ച് ഗോൾഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടിപ്പിൽ 3 എണ്ണം വീതം ഒന്ന് ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈപ്പ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെക്കൻഡ് ടൈപ്പ് ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബാംബൂ സ്ക്യൂവറിൽ നേരത്തെ ഫ്ലവർ ടൈപ്പൊക്കെ ചുറ്റി റെഡി ആക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പിൽ ഞാൻ ഒരു സീഡ് ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു സ്റ്റിക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒരു സീഡ് എടുത്തിട്ട് നേരത്തെ ചെയ്തതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ബാംബൂ സ്ക്യൂവർ ആകുമ്പോൾ കുറച്ച് വീതിയുള്ളതില്ല, അതിലാകുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സീഡ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ നടുക്കായിട്ട് ഞാൻ അടുത്തത് ഒട്ടിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ ബഞ്ച് പോലെ നമ്മൾ ഗ്യാപ്പിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഈർക്കിലിയിലാകുമ്പോൾ നമ്മൾ അതിൽ നേരിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ ഒരു തിന്നായിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനേക്കാൾ നല്ലത് സീഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് കുറച്ച് വീതിയുള്ളതായതുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരെ സീഡ്സ് ഒട്ടിച്ചാലും മതി. നിങ്ങളുടെ കയ്യിൽ ബാംബൂ സ്ക്യൂവർ ഇല്ലെങ്കിൽ ചെടിയുടെ ഉണങ്ങിയ കമ്പൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഫ്ലവർ ടേപ്പ് ചുറ്റുക, അല്ലെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് യൂസ് ചെയ്താലും മതി.
അപ്പോൾ മാക്സിമം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ അത് കഴിയുന്നതും പൈസ ചിലവാവാതെ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് ക്രാഫ്റ്റൊക്കെ കുറച്ചും കൂടി നമുക്കൊരു ഒരുപാട് ചിലവില്ലാതെ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിനുള്ള ഒരു ചിലവ് മാത്രമല്ലേ ഉള്ളൂ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മളുടെ ആ ഒരു രണ്ടാമത്തെ ടൈപ്പ് ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 14 സീഡോളം ഈ ഒരു ഫ്ലവറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ഗോൾഡ് കളറിലുള്ള ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കോപ്പർ കളറിലും അതുപോലെ ഒരു ഗോൾഡ് കളറിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൽ ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 2 കളറും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മെറ്റാലിക് സിൽവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡിന് ആ ഒരു കോപ്പർ കളർ മെറ്റാലിക് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സീഡ്സിൻ്റെ ആ ഒരു ടിപ്പിൽ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. റെഡ് അല്ലെങ്കിൽ യെല്ലോ ഒക്കെ യൂസ് ചെയ്യാം, മെറ്റാലിക് കളർ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആ ഒരു കോപ്പറിലും അതുപോലെ ഗോൾഡ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട്, ആ ഒരു ടിപ്പിൽ മാത്രമാകുമ്പോൾ നല്ല രസമുണ്ട് കാണാനും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ബഞ്ചസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഒരു പഴയ ഒരു എക്സറിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ഒരു തിന്നായിട്ടുള്ള ഒരു സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് എത്ര ലീഫാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് മേലെ നമ്മൾ 2 സൈഡിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനൊരു 5 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒരു ലീഫിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ എല്ലാ സ്ട്രിപ്പിൻ്റെയും ഒരു സൈഡിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. അതൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് പെയിൻറ്റ് അടിക്കുക. നിങ്ങൾക്കപ്പോൾ ഈ എക്സറേൻ്റെ ഷീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പഴയ ഫയലൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ ഒരു മേലുള്ള ഈ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മളുടെ ആ ഒരു ലീഫിൻ്റെ ഒരു സൈഡിലൊക്കെ പെയിൻറ്റ് അടിച്ചൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കപ്പം ഈ ഒരു ഷേപ്പിലല്ല വേറെ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലാണ് ആ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ലീഫിൻ്റെ പോലെ സൈഡിൽ ഇങ്ങനെ കേർവ്ഡ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സിൻ്റെ ഒരു പ്ലാന്റിനൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ലീഫാണല്ലോ, ആ ഒരു രീതിയിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സൈഡൊന്ന് ഡ്രൈ ആയി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു 2 ടൈപ്പ് ഫ്ലവേഴ്സും ആ ഒരു എക്സറേയുടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്, എനിക്ക് ആ ലീഫ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചധികം ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാവും. ആ ഒരു ഗോൾഡൻ കളറും ആ ഒരു കോപ്പർ കളറിനൊക്കെ നല്ല മാച്ച് ആകുന്നുണ്ട്, ആ ഒരു ഗ്രീൻ കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പം ഒരു ഡേറ്റ്സിൻ്റെ ആ ഒരു പ്ലാന്റിനെ പോലെ തന്നെയുണ്ട്. ആ ഒരു പ്ലാന്റിൽ ഈ ഒരു ടൈപ്പ് കളറൊക്കെ ആണല്ലോ. ഈ ഡേറ്റ്സ് ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിലും പിന്നെ ഒരു ഗോൾഡ് കളറിലാണല്ലോ, പിന്നെ അത് നന്നായിട്ടൊന്ന് പഴുത്ത് പാകമായി കഴിയുന്ന സമയത്ത് ഈ ഒരു കോപ്പർ കളറിലുണ്ടാവാം. അപ്പോൾ അതേപോലെയൊക്കെ തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനും. 2 ടൈപ്പ് ഫ്ലവറിൻ്റെ കൂടെ വെച്ച് നോക്കിയിട്ടും ആ ലീഫ് നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഫ്ലവറിൽ ചെയ്തെടുക്കാം, ഫ്ലവർ വൈസിലൊക്കെ. അല്ലെങ്കിൽ ഒരു ടൈപ്പ് മാത്രമായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ബണ്ടിലാക്കിയിട്ടൊക്കെ നമ്മൾ ഫ്ലവർ വൈസിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സിൻ്റെ സീഡാണൊന്നും കണ്ടാൽ തോന്നുകയില്ല, കാരണം അത്രയും നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ വേസ്റ്റാക്കി കളയാറാണല്ലോ. അപ്പോൾ ഇനി കയ്യിലുള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഇതിനി ഡേറ്റ്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്, ഡെക്കറേറ്റീവ് ബോൾസിൻ്റെ വീഡിയോ. ഈത്തപ്പഴത്തിൻ്റെ കുരു മാത്രമല്ല, നെല്ലിക്കൻ്റെ കുരു, പുളിയും കുരു, അതുപോലെ പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡെക്കറേറ്റീവ് ബോൾസാണിത്. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. ഇങ്ങനെ നമ്മൾ സീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും.
വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവുകയില്ല. അത്രയും ഭംഗിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്കാർഡായിട്ട് മേലെ കൊടുക്കാം. ഐക്കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സമയത്ത് വീഡിയോൻ്റെ മേലെ കാണുന്ന അതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കൂടാതെ എൻഡ് സ്ക്രീൻ ആയിട്ടും കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ആ ഒരു ലിങ്ക്, ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു പേര് പാം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.